DMK സംസ്ഥാന നേതൃയോഗം പുനലൂരിൽ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ കേരളത്തിൽ ഉപയോഗിക്കാൻ അനുമതി തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചതായി സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ പറഞ്ഞു. DMK സംസ്ഥാന നേതൃയോഗമാണ് പുനലൂരിൽ നടത്തിയത്. പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ DMK സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള അനുവാദം ചെന്നൈയിൽ നിന്നും ലഭിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ പാർട്ടിക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ അനുവാദം തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പാർട്ടി ഇതിനോടകം സമീപിച്ചതായും മുരുകേശൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ പുനലൂരിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്, ഇടുക്കിയിൽ നടത്തുന്നുണ്ട്, പാലക്കാട് നടത്തുന്നുണ്ടെന്ന്. ഇവർ നമ്മളെ ഓരോരോ കാര്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ രജിരാജ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം, സാർ നമുക്ക് പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ മത്സരിക്കണം, MLA ഇലക്ഷൻ മത്സരിക്കണം എന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കേരളം മൊത്തമുള്ള ആൾക്കാരെ ഞാൻ അവിടെ ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ പാർട്ടി ഓഫീസിൽ സന്ദർശിച്ചു. മുഖ്യമന്ത്രി കുറേ ആളുകൾ കണ്ടു, പിന്നെ ബാക്കി ഡെപ്യൂട്ടി CM ഇവിടെ പുനലൂർ എല്ലാ ആൾക്കാരും കണ്ടു. അപ്പോൾ നമുക്ക് 1 ലഡ് കിട്ടുന്നാണ് പോയത്, അവിടെ കിട്ടിയത് 3 ലഡാണ് കിട്ടിയത്. അവർ പഞ്ചായത്ത് ബോർഡ് മാത്രമല്ല, പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിൽ മത്സരിക്കാൻ ചിഹ്നം തരാം, അത് അവർ കൺഫേം പറഞ്ഞ്. അതുപോലെ വരണ അസംബ്ലി ഇലക്ഷനിലെ ഈ തമിഴ് മേഖല ബാർഡർ ഉള്ള സ്ഥലങ്ങളിൽ 3 പേര് നമുക്ക് മത്സരിക്കണം. അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പാർട്ടി തന്നെ മത്സരം ഉണ്ടായി. ഇപ്പോൾ അവർ 3 ഇപ്പോൾ 5 വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് ഇടുക്കി, പാലക്കാട്, കൊല്ലം. ഇപ്പോൾ തിരുവനന്തപുരം വേണമെന്ന് ആവശ്യപ്പെട്ട്, വയനാട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ 5 ആയി. ഇനിയിപ്പോൾ എത്ര വേണമെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ പുനലൂർ നിർവാഹികൾ പറഞ്ഞതുപോലെ സാമ്പത്തികം വേണമെന്ന്. നിങ്ങൾക്ക് ആദ്യം ഏതൊരു വാർഡുകളിലെ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കണം. ആദ്യം KS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. DMK കൊല്ലം ജില്ലാ സെക്രട്ടറി S രജിരാജ് സ്വാഗതം പറഞ്ഞു. DMK നേതാക്കളായ ചിറ്റാർ രവിചന്ദ്രൻ, ചൊക്കംപെട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് MK സെൽവകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ അനീഷ്, റഫീഖ, ജനാർദ്ദനൻ, ദുരൈ പേച്ചിമുത്തു എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ശ്യാംലാൽ, AK നവാസ്, അജ്മൽ ബിൻ ജമാൽ, സദാശിവനാചാരി, അജയകുമാർ, ഷാജി സുലൈമാൻ, ഹരി പുനലൂർ, ജോൺസൺ കൊട്ടാരക്കര തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ചർച്ചകൾക്ക് റിനു രാജൻ കിഴക്കേക്കര, അജിത്ത് ചെങ്ങമനാട്, അച്ചു ബിലാൽ, രാമർ ശ്രീനിവാസ്, ദിനേശൻ പ്ലാച്ചേരി, അയ്യപ്പൻ പുനലൂർ, ഫസലുദ്ദീൻ, അയ്യപ്പൻ മഞ്ഞമൺകാല, ലാൽജി മോഹൻ, റാണി ആദിത്യ, ഗീതാകൃഷ്ണൻ, ഗിരിജ, ഹേമ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.